ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 13. വേദ വിധിച്ച വിധിവേദായ ശക്തനൊരു മേധാവിയും നഹി പുനർബാധ നിരോധനം അതിലാധാരമിങ്ങൊരപരാധായ മാത്രമിതിതേ. മേധാതമേ വിഫലയാധാരണ നിയതി മേധാവിലും പിടിപെടും. ബോധാരണീ പളനിനാദാം ഗൃനിൽപ്പതിന് ഓരാധാരമായി വരികെടൂ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 13 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാവ് വിധിച്ച വിധിയെ തടുക്കാനുള്ള ശക്തി ഒരു മേധാവിക്കും ഇല്ല തന്നെ. അതിനാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്നതിന് ശക്തമായ പ്രതിവിധി എന്ന തരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു തരത്തിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റസമ്മതത്തിന്റെ രൂപത്തിലുള്ളത് മാത്രമാണ്. അല്ലയോ അധമമായ മനസ്സേ, ഇക്കാര്യത്തിൽ നീ വെച്ചു പുലർത്തുന്ന ധാരണ വെറും വിഫലമാണ്. നിയതിയുടെ നിശ്ചയം ഏതു വലിയ ബുദ്ധിശാലിയും പിടികൂടും. ചൊവ്വാദോഷം ബാധിച്ചതുപോലെയുള്ള മനസ്സേ, പളനിമലയുടെ നാഥനായിരിക്കുന്ന മുരുകന്റെ പാദാന്തികത്തിൽ എനിക്ക് നിലയുറപ്പിക്കുന്നതിന് നീ കാരണഭൂതമായി തീരുക. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.